അപ്പൊ നമ്മൾ പളനി ദർശനം കഴിഞ്ഞു. ഇന്ന് നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകാം. അപ്പൊ ഈ കാണുന്നതാണ് പളനിമല. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ പളനിമലയിൽ പോയായിരുന്നു. അപ്പൊ നമ്മൾ പളനിമലയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ വഴി കൂടെ നമ്മൾ കൊടൈക്കനാലിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് കൊച്ചിൻ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ നമ്മൾ കയറി. അവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. ഞാനും തേജാവേ ആദ്യം തന്നെ സീറ്റ് പോയി പിടിച്ചു. അപ്പോൾ ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ചു. അമ്മയുടെ മുടിയുടെ അറ്റൊക്കെ വെട്ടി. ഞങ്ങളിപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. മുട്ടയൊക്കെ അടിച്ചു. പിന്നെ പഴനിന്ന് നമ്മൾ കൊടൈക്കനാലിന് പോരുന്ന വഴിക്ക് ഇവിടെ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇ പാസ് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇ പാസ് എല്ലാവരും എടുത്തിട്ടാണ് സാധാരണയായിട്ട്. എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്ന് 10 മിനിറ്റ് പറയാനുള്ളൂ. ജസ്റ്റ് അവർ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ പാസ് കിട്ടും. അതിലൊരു 100 രൂപ അവിടെ കൊടുക്കണം, ഫീസായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പോരാം. വേറെ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഇ പാസ് എടുക്കുക, ഇ പാസ് അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൊടൈക്കനാലിലോട്ട് എൻ്റർ ആയേക്കുവാണ്. വളവും തിരിവൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. താഴത്തേക്കൊക്കെ നോക്കുമ്പോ നമ്മള് ഹെയർ പിൻ വളവ് കയറി തുടങ്ങി. 34 ഹെയർ പിൻ വളവാണ് ഇത് കൊടൈക്കനാലിലോട്ട് പോണ വഴിക്കുള്ളത്. ഇപ്പൊ നമ്മളെ ഹെയർ പിൻ എത്തിയിട്ട് 6 ഹെയർ പിൻ വളവാണ് നമ്മൾ ഇത്ര നേരം കൊണ്ട് കയറിയത്. കൂട്ടുകാരെ നോക്ക്, വിശാലമായ ആകാശം, മലകളിൽ. അപ്പൊ നമ്മുടെ കൂടെ ഒരു കുരങ്ങച്ചൻ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുള്ളി നടന്നു പോവാണ്. അപ്പൊ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല, നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പൊ എൻ്റെ ക്യാമറ വാങ്ങി നോക്കും. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടിയുടെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുവാണ്. എൻ്റെ സൈഡിലോട്ട് വന്ന് എൻ്റെ സൈഡിൽ വന്നിട്ട് ഗ്ലാസിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഒളിഞ്ഞു നോക്കണം എന്തെങ്കിലും ഉണ്ടോന്ന്. വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്കും പുള്ളി ചാടി ഇറങ്ങി. അപ്പൊ നമ്മള് ഹെയർ പിൻ വളഞ്ഞ് നമ്മള് കൊടൈക്കനാലിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് പോണ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ നിർത്തിയെടുത്തൊരു മയിലിനെ കണ്ടു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു പൈൻതോട്ടം പോലത്തെ ഒരു സ്ഥലത്തേക്കൂടെ ഞങ്ങൾ കൊടൈക്കനാലിലോട്ട് വിട്ടു. സിൽവർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോൾ നല്ല തണുപ്പെന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ തണുപ്പും ക്ലൈമറ്റിന്റെ തണുപ്പും നല്ല നല്ല തണുപ്പ്, പിടിച്ചിട്ടാൻ പറ്റാത്ത തണുപ്പ്. അപ്പൊ ഞാനൊരു കോണൊക്കെ വാങ്ങി തിന്നുകൊണ്ട് നല്ല സൂപ്പറായിരുന്നു ആ കോണ്. നമ്മള് രാത്രി ആയിട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അമ്മ നൂൽ പൊറോട്ട പറഞ്ഞു. നൂൽ പൊറോട്ടയ്ക്ക് പകരം സാധാ പൊറോട്ട കൊണ്ടുവന്ന് പറ്റിച്ചിരിക്കുന്നു കൂട്ടുകാരെ. അപ്പൊ ഞാനൊരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചാറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവരിപ്പോ ഒരുത്ത ചിക്കൻ ഫ്രൈ ഒക്കെ തിന്നിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് അവൻ എന്നെ വീഡിയോ കോൾ ചെയ്താണ്. ഞാൻ മുടി കാണിക്കേണ്ടി വെച്ചു. അപ്പൊ എന്നെ കാണിച്ചു കൊടുത്ത്. അപ്പൊ ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഒരു വലിയ പണി കിട്ടി. വണ്ടിയുടെ വണ്ടി അൺലോക്ക് ചെയ്യാണ്ട് വണ്ടിയുടെ അകത്ത് വെച്ച് പൂട്ടി. ഇപ്പൊ അപ്പ തുറക്കാനുള്ള പരിശ്രമത്തിലാണ്. കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ വന്നാലും കീ മറന്ന് വെച്ചിട്ടാണെങ്കിലും വണ്ടിക്കകത്ത് നിങ്ങൾ കീ വെക്കരുത്. മറന്ന് വെച്ച് നമ്മൾ അടച്ചു പോകും. ഒരു സ്കെയില് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഈ സ്കെയില് കിട്ടിയില്ലാതെ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് തന്നെ പോകും. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി അൺലോക്ക് ആക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോവാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ഉടുപ്പിന്റെ വള്ളിയൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്ഥലത്തായിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ അൺലോക്ക് ചെയ്തു. അപ്പൊ നമ്മള് കൊടൈക്കനാൽ ലേക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി സൈക്ലിങ്ങിന് പോവാം. അപ്പൊ തേജാവേ അപ്പയും അമ്മയും ഒരു സൈക്കിളില്, ഞാൻ ഒറ്റയ്ക്ക് ഒരു സൈക്കിളിലാണ്. അമ്മ പുറകിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ്. അമ്മ ശരിക്കും പറഞ്ഞ അമ്മ ഇങ്ങനെ സൈക്കിളൊന്നും ചോട്ടി പരിചയമില്ല അമ്മ. അപ്പം ഞാൻ പുറകെ കേട്ടോ. ഇതിന്
ബാക്കിലോട്ട് പോവില്ല കേട്ടോ ഇത്. അത് കാരണം ദേ അവര് 3 പേരും വന്നു. അപ്പൊ ഞാൻ ദേ പുറകെ പോണ്ട്. അവൻ പൈനാപ്പിൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് ടീ സ്റ്റാളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു ന്യൂഡിൽസ് വാങ്ങിട്ടോ, മാഗി. പിന്നെ നമ്മളിനി പോകുന്നത് ഇതിന്റെ പേര് കറക്റ്റ് അറിയത്തില്ല, എന്നാലും ഞാൻ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കി മനസ്സിലാവായിരിക്കും. അപ്പൊ ഇവിടെ പാനിപ്പൂരി ഒക്കെ ഇടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പാനിപ്പൂരി ഒന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മള് അവിടുന്ന് ഇറങ്ങി ഇവിടെ ഒരു ലിറിൽ റെയിൻഫാൾ അല്ല എന്തൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ 2ാമത്തെ വെള്ളച്ചാട്ടത്തിലാട്ടോ ഇപ്പൊ പോയേക്കണേ. ഇത് പില്ലർ റോക്ക് വ്യൂ ആണ് കേട്ടോ. അതായത് നമുക്ക് പില്ലർ റോക്ക് അടുത്തുനിന്ന് കാണാം, പക്ഷെ നമുക്ക് അങ്ങനെ കാണണമെങ്കിൽ ഇവിടെ കോട ഇറങ്ങി തുടങ്ങി. അപ്പൊ അവള് പില്ലർ റോക്കിലേക്ക് കയറാൻ വേണ്ടി എൻട്രി ചെയ്യാൻ വേണ്ടി പാസ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ നമുക്ക് ഇവിടെ പൈസ ആയിട്ട് കൊടുക്കണം, ഇതില്ല, ഗൂഗിൾ പേ ഇല്ല. അപ്പൊ പോയി എടുത്തോണ്ട് വന്നു. ഒരു പില്ലർ റോക്ക് വ്യൂ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. കൊണ്ട് 3 ആനയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ആന കുത്തൂട്ടോ. നമ്മൾ ഗുണാക്കേവെത്തി. ഗുണാക്കേവിന്റെ എൻട്രൻസ് ഒക്കെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ അവര്. അപ്പൊ അവൻ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് അവിടെ ഗുണാക്കേവിന്റെ എൻട്രൻസ്. അപ്പൊ അവള് പാസ്സൊക്കെ എടുത്ത് കയറുവാണ് കേട്ടോ. നമുക്ക് പാസ് കിട്ടി. അപ്പൊ നമ്മള് പാസ്സൊക്കെ പിടിച്ചകത്തേക്ക് കയറുവാണ്. എന്നാ വ്യൂ ആണല്ലേ. അപ്പൊ ഗുണാക്കേവിലോട്ട് പോകുന്ന വഴി എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ സഹിച്ച് പിടിച്ചിട്ട് ഞാൻ അവിടെ ഒരു കമ്പിന്റെ അതൊരു തടിക്കുട്ടിയിലിരുന്നു. ഒട്ടുക്കത്തെ തിരക്ക്, എന്റെ പൊന്നു കൂട്ടുകാരെ, തിരക്കെന്ന് പറഞ്ഞ അമ്മാതിരി തിരക്ക്. അപ്പൊ ഞാൻ തേജാവ് ഇരുന്നപ്പോ ഞാൻ ആ മരമൊക്കെ പിടിച്ച് ആട്ടുണ്ടായിരുന്നു ചുമ്മാ രസത്തിന്. അപ്പൊ ഞാൻ ക്യാമറയ്ക്ക് ഹായ് ഒക്കെ കൊടുത്തു. ഇനിയിപ്പോ ഞാൻ ആടട്ടെ. അപ്പൊ നിങ്ങൾ ഈ ഗുണാക്കേവില് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു കേവിന്റെ ഒരു ഇതുണ്ട്. അത് വലിയ ആഴമൊന്നും ഉണ്ടാവാൻ എനിക്കറിയത്തില്ല. ഇതുണ്ടോ, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവാം, എനിക്കറിയത്തില്ല. തേജാവൊക്കെ ആ സൈഡിൽ കൂടെ നടന്നു പോവാണ്. അപ്പൊ ഞാൻ കയറാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ എനിക്കൊരു പേടി പോലെ. മറ്റേ നമ്മുടെ തേജാവയൊക്കെ കൂളായിട്ട് നടന്നുപോയി. അപ്പൊ ഞാനെന്ത് നടന്നുപോയി. അത് ഇവിടെ ആണ് കേട്ടോ നമ്മുടെ സുഭാഷൊക്കെ ഇറങ്ങിപ്പോയ സ്ഥലം. അല്ല ഇവിടെയല്ല, ഇവിടെ തന്നെയാന്ന് തോന്നണേ. എനിക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം അറിയത്തില്ല. ഇവിടെയാന്ന് തോന്നുന്നു സുഭാഷൊക്കെ ഇറങ്ങിപ്പോയ സ്ഥലം. ഞങ്ങളാ പേരിലൊക്കെ ഇരുന്നു. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അപ്പൊ നിങ്ങൾ ആ കേവ് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇതാണ് ആ കേവ്. ഇതൊക്കെ ഗ്രില്ലിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഇവിടെ നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ കേവിന്റെ മേലിൽ കൂടെ നടക്കുന്നത് നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഇവിടെ അങ്ങാണ്ട് ആയിരുന്നു സുഭാഷൊക്കെ ഇറങ്ങിപ്പോയത്. അതായത് ഇവിടെ അല്ല ഒറിജിനൽ കേവ്, അത് ഇതിൻ്റെ അപ്പുറത്ത്. അവര് സിനിമയ്ക്ക് വേണ്ടി ചുമ്മാ പോയതാണ്. ഇപ്പം നമ്മള് കേവൊക്കെ ചുറ്റിക്കറങ്ങി കാണട്ടെ. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഈ കേവിലൊക്കെ. അന്നൊക്കെ ഇറങ്ങി പോകാനൊന്നും പറ്റിയില്ല. അപ്പം അല്ല അന്നൊന്നും പറ്റൂല, അതവിടെ ക്ലോസ്ഡ് ആണ്. അത് എന്താ 13 പേരെ കണ്ടു വീണിട്ട് നമ്മുടെ സുഭാഷ് മാത്രം അങ്ങാണ് രക്ഷപ്പെട്ടുള്ളൂ. അവിടെ ക്ലോസ്ഡ് ആണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോ തന്നെ പേടിയാവും. അവിടെയൊക്കെ കാടും പാമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളവിടുത്തെ ഇതിന്റെ കല്ലിന്റെ മേളിൽ കൂടെ ഒക്കെ നമ്മള് ചാടിക്കേറി സർക്കസ് ഒക്കെ കാണിച്ചിറങ്ങി വന്നു. നമ്മ അവിടെ പതിയെ പേടിച്ച് വരുവാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ ഒരു ചേട്ടനെടുത്ത് ചാടുന്നുണ്ട്. അമ്മ പതിയെ പേടിച്ചിറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഗുണാക്കേവിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവാണ്.
ഇനിയിപ്പം എങ്ങോടെങ്കിലും പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാവരും ഗുണ കേവിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാനപ്പോൾ ഒരു രസത്തിന് ഞാൻ ആ നടക്കണ വഴിയല്ലാണ്ട് മറ്റേ വേരൊക്കെ ഇട്ട വഴിയില്ലേ, അവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഗുണ കേവിൽ നിന്നൊക്കെ ഇറങ്ങിയത്. നമ്മൾ ഗുണ കേവിൻ്റെ എൻട്രൻസിലൊക്കെ ഇരുന്ന് പറയുവാണ്. അപ്പോൾ ഗുണ കേവ് കണ്ടുപിടിച്ചവരുടെ ആണ്. ഇവിടെ കുറെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേജാവ എന്താ ബഹളമൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ ഗോലിസോട വാങ്ങി കേട്ടോ. ഞാൻ ഗോലിസോട പൊട്ടിക്കേസ്റ്റ് കുടിക്കണം. നല്ല പാടുണ്ട്. കാരണം വെച്ചാൽ നല്ല പാടുണ്ടായിരുന്നു. എൻ്റെ കൈയൊക്കെ വേദന, കൈയൊക്കെ കുഴിഞ്ഞു. എന്നിട്ട് ഒരു ബിരിയാണി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കോടമഞ്ഞും അതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി എങ്ങനെ പറഞ്ഞറിയിക്കണ്ടെന്ന് അറിയത്തില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ചില പേര് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയെങ്കിൽ ആ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അമ്മാതിരി കോടയാണ്. അല്ല, അന്ന് വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴും കാണാൻ പറ്റിയില്ല. ഭയങ്കര കോടയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഇതേപോലത്തെ ട്രിപ്പൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചുരം വളവുണ്ട്. അങ്ങനെ ആ വളമല്ല, ചുരം പോലെ വളവുണ്ട്. അപ്പൊ അവിടെ ഒരു അമ്മച്ചിന്റെ വിട്ടുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വീട്ടിൽ പോണത് തേനിയ റൂട്ടിലാണ്. അപ്പൊ നമുക്ക് തേനിയ റൂട്ടിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളും കുടിലുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇനിയും യാത്ര തുടരുകയാണ്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും കുറ്റി വയ്ക്കണം. അപ്പൊ ഈ കുറ്റികളെ 2-3 പ്രാവശ്യം ഞാൻ പോയ വയ്ക്കുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ കണ്ട പോലെ പാടങ്ങളൊക്കെ കണ്ട് ആ മലയൊക്കെ നിങ്ങൾ നോക്കൂ, എല്ലാം ഭംഗിയാലേ. അപ്പൊ നമ്മള് റോഡിൽ കൂടെ നല്ല സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2-3 മലയുണ്ട്. ഈ മലയൊക്കെ ഇതൊക്കെ മൂടിക്കിടക്കണതാണ് എന്നെ ഭംഗിയാലേ. ഇപ്പൊ നമ്മള് തേനി കൂടിയാണ് കേട്ടോ പോണേ. അപ്പൊ തേനി കൂടി പോണേ. പക്ഷെ തേനിയുടെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, സമയം പോവും. അപ്പൊ തേനിക്ക് ഇനി 6 കിലോമീറ്ററും കൂടി ഉള്ളൂ. തേനിയിൽ ഇറങ്ങുമ്പോൾ ഇനി സമയം വൈകും കേട്ടോ. അത് കാരണം നമുക്ക് തേനിയിൽ ഇറങ്ങാണ്ട് നമ്മൾ പോയേ. അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഇനി തേനിക്കിനി 3 കിലോമീറ്ററും കൂടി ഉണ്ട്. ഏതോ ഒരു ടോൾ പിരിവ് കേന്ദ്രമൊക്കെ എത്തി. അപ്പൊ നമ്മൾ ആ ടോൾ പിരിവെന്നൊക്കെ വന്നു. ആ സൂര്യൻ ആ മേഘത്തിന്റെ അടുത്ത് കിടക്കണ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പൊ ഒരു ഫുഡ് കഴിക്കാൻ കയറി കൊടുത്ത് അങ്ങനത്തെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തേജാവ കയറി ഊർന്നിറങ്ങി. അപ്പൊ നമ്മള് എത്തിയത് തന്നെ രാത്രിയായിട്ടോ. ഇനിയിപ്പം നമുക്ക് കുറെ കാടും വനവും ഒക്കെ കയറി പോകാനുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ചുരം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഓടി ഇറക്കണ്ടായിരുന്നു. നിങ്ങളാ വ്യൂ നമ്മളെ തമിഴ്നാട് ആ ഒരു സ്ഥലത്തെ വ്യൂ ആയിരുന്നു കേട്ടോ അത്. അതെ, നമ്മുടെ എന്തോ ചെക്ക് പോസ്റ്റ് ആണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മള് വന്ന് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോണേ. ഇനി എവിടെയും നോൺ സ്റ്റോപ്പ് ആണ്. നമ്മളിപ്പോ വനം എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്നതാണ്. അത് കാരണം എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എനിക്ക് ആന ഇറങ്ങുന്നതൊക്കെ കേട്ട് എനിക്ക് നല്ല പേടിയാണ്. അപ്പൊ നമ്മളെ പതിയെ പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. അപ്പൊ നാട്ടിലൊക്കെ വിറച്ച് അപ്പൊ എനിക്കെന്നെ കാണാൻ പറ്റുന്ന അറിയാം. ഭയങ്കര ഇരുട്ടാണ് ഇവിടെ. ഇപ്പൊ നമ്മള് കുളമാവ് ഡാം കഴിഞ്ഞു. ഇനി കാടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇനി കാടുണ്ടോ?